الحمد لله والحمد لله رب العالمين أصلي وأسلم على أشرف الأنبياء والمرسلين نبينا وسيدنا وحبيبنا وقائدنا محمد بن عبد الله عليه وعلى آله الطيبين وأصحابه غر الميامين أفضل الصلاة وأتم التسليم. الصلاة والسلام عليك يا سيدنا يا رسول الله، قد بلغت الرسالة وأديت الأمانة ونصحت الأمة، فجزاك الله عنا خير ما جزى به نبيا عن أمتي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذا سألك عبادي عني فإني قريب أجيب دعوة الداعي إذا دعان فليستجيبوا لي وليؤمنوا بي لعلهم يرشدون. بارك الله لنا ولكم بالقرآن العظيم، وعصمنا وإياكم برحمته من الشيطان الرجيم، وجعلنا وإياكم ممن يتلون آياته آناء الليل وأطراف النهار. സമാദരണീയരായ ദഅവാ സെന്ററിന്റെ ആദരണീയനായ പ്രസിഡന്റ് സുലൈമാൻ ഹാജി സാഹിബ്, ബഹുമാന്യനായ ദഅവാ സെന്ററിന്റെ ബഹുമാന്യനായ ജനറൽ സെക്രട്ടറി അബ്ദുള്ള സാഹിബ് ചരേരി, ബഹുമാന്യനായ അബ്ദുൾ റസാഖ് വളാഞ്ചേരി, അബ്ദുൾ റസാഖ് തുരുത്തി, ആദരണീയനായ അഷറഫ് സാഹിബ്, അനീഫ സാഹിബ്, ബഷീർ സാഹിബ്, പ്രിയങ്കരനായ അബ്ദുൽ ഹമീദ് സാഹിബ്, അബ്ദുൽ ഖാദിർ സാഹിബ് തുടങ്ങി ഇവിടെ സന്നിഹിതരായ എന്റെ ജ്യേഷ്ഠ അനുജ സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹത്തായ അനുഗ്രഹത്താൽ നമ്മെ ഈ സദസ്സിൽ ഒരുമിച്ച് കൂട്ടിയ പോലെ നാളെ നമ്മുടെ മാതാപിതാക്കളോടുകൂടെ, ഭാര്യ സന്താനങ്ങളോടുകൂടെ, നാം ഇഷ്ടപ്പെട്ട നമ്മെ ഇഷ്ടപ്പെട്ട മുഅ്മിനീങ്ങളോടുകൂടെ, നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒന്നിച്ചു ജന്നാത്തുൽ ഫിർദൗസിൽ അഅലയിലും അല്ലാഹു ഇതുപോലെ ഒരുമിച്ച് കൂട്ടട്ടെ. അല്ലാഹുമ്മ ആമീൻ. സഹോദരന്മാരെ, ഇന്ന് നാം സെലക്ട് ചെയ്ത സബ്ജക്റ്റ് പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടാൻ എന്നതാണ്. നമുക്ക് മുമ്പിലുള്ളത് 1 മണിക്കൂർ സമയമാണ്. ഇപ്പൊ 25 അടുത്ത 25-ന് ഞാൻ സ്റ്റോപ്പ് ചെയ്യും. ദുആ, പ്രാർത്ഥന, ഇത് ഇബാദത്താണ്. ഈ ഇബാദത്തിന് വേണ്ടിയാണ്, പ്രാർത്ഥനയ്ക്ക് വേണ്ടിയാണ് മാനവ സമുദായത്തെ, ജിന്ന് സമുദായത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത്. ഖുർആൻ പറയുന്ന പോലെ വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. എനിക്ക് ആരാധനകൾ നിർവഹിക്കാനാണ്, എന്നെ ഇബാദത്ത് ചെയ്യാനാണ് ഞാൻ മനുഷ്യരെയും ജിന്നുകളെയും സൃഷ്ടിച്ചത്. ഏതാണ് ആ ഇബാദത്ത്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അദ്ദുആഉ ഹുവൽ ഇബാദ. ദുആ, പ്രാർത്ഥന, അതാണ് ഇബാദത്ത്. ഈ നമസ്കാരത്തിലൂടെ, ഈ നോമ്പിലൂടെ, സകാത്തിലൂടെ, ഹജ്ജിലൂടെ നാം അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, റബ്ബിങ്കലേക്ക് അടുക്കുകയാണ്. ഉദ്കുറൂനി അദ്കുറുക്കും. ആ ദിക്റാണ് ഈ ഇബാദത്തിലൂടെ നാം ചെയ്തുകൊണ്ടിരിക്കുന്നത്.
അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇബാദത്തുകൾ സ്വീകരിക്കപ്പെടുന്നു, പല കാരണങ്ങളാലും സ്വീകരിക്കാതെ വരുന്നു. ഇൻഷാ അല്ലാഹ് ഉസ്താദ് എത്തിയിട്ടുണ്ട്, നമുക്ക് തുടരാം. ഉസ്താദിന്റെ സമ്മതത്തോടെ ഞങ്ങൾ തുടരാണ്. ആദ്യമേ ഞാനൊരു സംഭവത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ബഹുമാന്യനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ മാതാവിനെ ഒരുപാട് കാലം ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ടേയിരുന്നു. മാതാവ് ഇസ്ലാം സ്വീകരിച്ചില്ല. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം വീണ്ടും വീണ്ടും ക്ഷണിച്ചപ്പോ സ്വന്തം മാതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തെറി വിളിക്കുകയും ചീത്ത വിളിക്കുകയും ചെയ്തു. ഈ സമയത്ത് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു കരഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വലവാതു റബ്ബി വസലാമുഹു അലൈഹി അവരുടെ സന്നിധാനത്തിൽ ഓടി വന്നുകൊണ്ട് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, യാ റസൂലല്ലാഹ്, ഉദ്ഉല്ലാഹ അൻ യഹ്ദിയ ഉമ്മ അബീ ഹുറൈറ, ഉദ്ഉല്ലാഹ അൻ യഹ്ദിയ ഉമ്മ അബീ ഹുറൈറ. അല്ലാഹുവിന്റെ റസൂലേ, അബൂ ഹുറൈറയുടെ മാതാവ് ഇസ്ലാം സ്വീകരിക്കാൻ താങ്കൾ ദുആ ചെയ്യണം റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഇത് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സാദിഖുൽ മസ്ദൂഖ് ഹബീബുൽ മഹ്ബൂബ് മുഹമ്മദിൽ മുസ്തഫ സ്വലവാത്തുല്ലാഹി വസലാമുഹു അലൈഹി ഇരുന്ന ഇരിപ്പില് രണ്ടു കരങ്ങളും ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ട് ദുആ ചെയ്തു, അല്ലാഹുമ്മ ഹ്ദി ഉമ്മ അബീ ഹുറൈറ, അല്ലാഹുമ്മ ഹ്ദി ഉമ്മ അബീ ഹുറൈറ, അല്ലാഹുമ്മ ഹ്ദി ഉമ്മ അബീ ഹുറൈറ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തു. ആ ദുആ ഏഴാനാകാശങ്ങളും പിന്നിട്ട് അർശിനെ വിറകൊള്ളിക്കുകയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഈ ദുആ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി ചെന്നപ്പോ സ്വന്തം മാതാവ് കുളിച്ചുകൊണ്ട് ഡ്രസ്സ് മാറ്റിയിട്ട് അബൂ ഹുറൈറയെ കാത്തിരിക്കുകയാണ് റളിയല്ലാഹു തആല അൻഹു. എന്നിട്ട് ചുംബിച്ചുകൊണ്ട് പറഞ്ഞു, മോനെ എന്നോട് ക്ഷമിക്കണം, എവിടെയാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, എനിക്ക് അവരെ കാണണം, ഞാൻ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് ചൊല്ലി ഞാനിതാ ഇസ്ലാം സ്വീകരിച്ചിരിക്കുന്നു എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിന്റെ മാതാവ് പ്രഖ്യാപിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, ഇത് പ്രാർത്ഥനയാണ്. ഇതാണ് പ്രാർത്ഥന. പ്രാർത്ഥനയുടെ നാച്ചുറും ഇതാണ്. ആര് പ്രാർത്ഥിച്ചാലും ശുദ്ധമായ സംശുദ്ധമായ മനസ്സിൽ നിന്ന് പ്രാർത്ഥന ഉയർന്നു കഴിഞ്ഞാൽ അത് ഏഴ് ആകാശങ്ങളും പിന്നിട്ട് അല്ലാഹുവിന്റെ അർശിനെ വിറകൊള്ളിക്കും. അതാണ് പ്രാർത്ഥന. അതുകൊണ്ടാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 3 പ്രാവശ്യം അല്ലാഹുമ്മ ഹ്ദി ഉമ്മ അബീ ഹുറൈറ എന്ന് ദുആ ചെയ്തപ്പോ ഈ ദുആക്കിടയിൽ തന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിന്റെ മാതാവ് മുസ്ലിമായി കഴിഞ്ഞു. നോക്കൂ നിങ്ങൾ, ഓൺ ദ സ്പോട്ടിൽ അല്ലാഹു ഉത്തരം ചെയ്തു. ഇതാണ് ദുആയുടെ നാച്ചുറൽ. അല്ലാഹു പറയുന്നു, وقال ربكم ادعوني استجب لكم ان الذين يستكبرون عن عبادتي سيدخلون جهنم داخرين. وقال ربكم, നിങ്ങളുടെ രക്ഷിതാവ് പറയുന്നു, ഉദ്ഉനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കൂ, എന്നോട് ദുആ ചെയ്യൂ. അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യാം. ഉദ്ഉനി അസ്തജിബ് ലക്കും. നമ്മൾ എപ്പോഴും ദുആ ചെയ്തുകൊണ്ടേ ഇരിക്കണം. സലഫു സാലിഹീങ്ങളായ ആളുകളെ കുറിച്ചൊക്കെ സിയറിന്റെ കിതാബുകളിൽ കാണാം. സ്വന്തം ചെരുപ്പിന്റെ വാറ് പൊട്ടിയാൽ പോലും അവർ ദുആ ചെയ്യുമായിരുന്നു, അല്ലാഹുവേ എന്റെ ചെരുപ്പിന്റെ വാറ് ശരിയാക്കാൻ എനിക്ക് തൗഫീഖ് പ്രദാനം ചെയ്യണേ. എല്ലാം റബ്ബിങ്കലേക്ക് ഏൽപ്പിക്കുന്ന സ്വഭാവം. ഇതാണ് മുഅ്മിൻ. وقال ربكم ادعوني استجب لكم ان الذين يستكبرون عن عبادتي سيدخلون جهنم داخرين. ഇനി ആരെങ്കിലും അഹങ്കരിച്ചുകൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യാതെ
അവൻ ജീവിതം കഴിച്ചു കൂട്ടിയാലോ അള്ളാഹു പറയുന്നു സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, അവരെ നാം നരകത്തിലേക്ക് വലിച്ചെറിയും. അപ്പൊ നമ്മളൊക്കെ അടിമകളാണ്. നമ്മുടെ ക്വാളിറ്റി എന്താണ്? നാം അടിമകളാണ്. നാം പറഞ്ഞത് അനുസരിക്കേണ്ട ആളുകളാണ്. അള്ളാഹു ഇബാദത്ത് ചെയ്യാൻ പറഞ്ഞാൽ, അള്ളാഹു നമസ്കരിക്കാൻ പറഞ്ഞാൽ ആ സമയത്ത് നമസ്കരിക്കുക എന്നതാണ് നമ്മുടെ ജോലി. നോമ്പനുഷ്ഠിക്കാൻ പറഞ്ഞാൽ അത് ചെയ്യുക എന്നതാണ് നമ്മുടെ ജോലി. ഈ റബ്ബിങ്കലേക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് മടങ്ങുക എന്നതാണ് നമ്മുടെ ജോലി. അതിൽ നിന്ന് നാം തെന്നി മാറിയാൽ ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, നരകത്തിലേക്ക് അവരെ നാം വലിച്ചെറിയും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പോൾ നമ്മുടെ ആയുധമാക്കണം പ്രാർത്ഥന. എന്ത് കാര്യമുണ്ടായാലും ശരി അള്ളാഹുവിനോട് ദുആ ചെയ്യണം. അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ഒരു മുഅ്മിനിന്റെ ആയുധമാണ് പ്രാർത്ഥന. നിങ്ങൾ നോക്കൂ, അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തും ബദറിന്റെ രണാങ്കണത്തിൽ, ശരിക്ക് ബദർ യുദ്ധത്തിൽ സഹാബത്തും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും യുദ്ധം ചെയ്യാൻ വന്നതല്ല. അത് നാം മനസ്സിലാക്കണം. അവര് അബൂ സുഫിയാനും കൂട്ടരും അടങ്ങുന്ന ഈ വാർത്തക സംഘത്തെ, കച്ചവട സംഘത്തെ പിടികൂടാൻ വന്നതാണ്. ഈ സംഘമാണ്, ചെറിയ ഒരു കച്ചവട സംഘത്തെ പിടികൂടാൻ വന്ന ഒരു സംഘമാണ് പിന്നീട് സർവായുധ വിഭൂഷിതരായ ആയിരങ്ങളോട് യുദ്ധം ചെയ്ത് ജയിക്കുന്നത്. നാം മനസ്സിലാക്കണം. അവർ യുദ്ധം ചെയ്യാൻ വന്നതായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോ മുശ്രിക്കീങ്ങൾ സർവായുധ വിഭൂഷിതരായി വന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ യുദ്ധം ചെയ്യാൻ നിർബന്ധിതനായി. അങ്ങനെ ഈ സംഘവുമായിട്ട് ഏതാനും ഒട്ടകങ്ങളുള്ള, ഏതാനും ചില ആയുധങ്ങൾ ഉള്ള ഈ സംഘം ആയിരങ്ങളോട്, സർവായുധ വിഭൂഷിതരായ ഈ ആയിരങ്ങളോട് യുദ്ധം ചെയ്യാൻ പോകുമ്പോ അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇരുകരങ്ങളും ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ മണിക്കൂറുകളോളം ദുആ ചെയ്തു വന്നാണ്. അല്ലാഹുമ്മ ഇൻ തുഹ്ലിക ഹാദിഹിൽ ഇസാബത ഫലാ തുഅബദു ഫിൽ അർദി ബഅദഹാ. അല്ലാഹുവേ, ഈ സംഘത്തെ എങ്ങാനും നീ നശിപ്പിച്ചു കളഞ്ഞാൽ പിന്നെ നിന്നെ ആരാധിക്കാൻ ഈ ഭൂമിയിൽ ആളുകൾ ഉണ്ടാവില്ല അല്ലാഹ്. അതുകൊണ്ട് ഞങ്ങളെ നീ സഹായിക്കണേ അല്ലാഹ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ വീണ മുണ്ടെടുത്തിട്ട് തോളിൽ ഇങ്ങനെ ഇടുന്നുണ്ട്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നുണ്ട്, റസൂലേ, അല്ലാഹു താങ്കളോട് വാഗ്ദാനം ചെയ്തത് പാലിക്കാൻ പോകുകയാണ്, തീർച്ചയായും പാലിക്കും റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴും അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹുമ്മ ഇൻ തുഹ്ലിക ഹാദിഹിൽ ഇസാബത ഫലാ തുഅബദു ഫിൽ അർദി ബഅദഹാ ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏത് സംഘമാണിത്? അല്ലാഹുവിന്റെ റസൂലിന് വേദനയുണ്ട്. കാരണം നാം മനസ്സിലാക്കണം, തീഷ്ണമായ പീഡനങ്ങളും മർദ്ദനങ്ങളും സഹിച്ച് 13-14 വർഷം കൊണ്ടുണ്ടാക്കിയ 400-500 ആളുകളാണുള്ളത്. ആകെ 13-14 വർഷം കഴിഞ്ഞപ്പോ ഇസ്ലാം സ്വീകരിച്ച മുഅ്മിനീങ്ങളായ യുദ്ധം ചെയ്യാൻ പറ്റിയ 400-500 പേരാ ആകെയുള്ളത്. പിന്നീടാണ് ഇസ്ലാം അത്രയും പെട്ടെന്ന് വളരുന്നത്. ഈ സംഘമെങ്ങാനും നശിച്ചു പോയാൽ ഫലാ തുഅബദു ഫിൽ അർദി ബഅദഹാ. അല്ലാഹു ഉത്തരം ചെയ്തു, ഇദ് തസ്തഗീസൂന റബ്ബകും ഫസ്തജാബ ലക്കും അന്നീ മുമിദ്ദുകും ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വന്നു. അല്ലാഹുവിന്റെ റസൂലിന് വഹി അറിയിക്കുകയാണ്, താങ്കൾ ദുആ ചെയ്തു, സഹാബത്ത് ദുആ ചെയ്തു, നമ്മൾ ദുആ സ്വീകരിച്ചിട്ടുണ്ട്, അല്ലാഹു ദുആ സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആദ്യപടിയായിട്ട് 1000 മലക്കുകൾ ഇറങ്ങി വരികയാണ്. ഇദ് തസ്തഗീസൂന റബ്ബകും ഫസ്തജാബ ലക്കും അന്നീ മുമിദ്ദുകും ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ. മലക്കുകൾ ഇറങ്ങി. മലക്കുകളാണ് യഥാർത്ഥത്തിൽ ബദറിൽ യുദ്ധം ചെയ്തത്. ചില സഹാബത്ത് പറയുന്നുണ്ട്, ഞങ്ങൾ കേട്ടിരുന്നു അഖ്ദിം യാ ഹൈസൂം, അഖ്ദിം യാ ഹൈസൂം, അഖ്ദിം യാ ഹൈസൂം എന്ന് പറയുന്നത് കേട്ടപ്പോ ഞങ്ങൾ പിരിഞ്ഞു നോക്കി, പിന്നിലേക്ക് ആരെയും കാണുന്നില്ല. വാളെടുത്ത് ഓങ്ങി തുടങ്ങേണ്ട താമസം തല കൊഴിഞ്ഞു വീണു. ആരാണിത്? അള്ളാഹുവിന്റെ കൽപ്പന ഒന്ന് മാത്രമായിരുന്നു,
فاضربوا فوق الأعناق واضربوا منهم كل بنان. മലക്കുകളെ, നിങ്ങളൊന്നും ചെയ്യണ്ട. ഫദ്രിബു ഫൗഖൽ അഅനാഖ്, നിങ്ങൾ മുശ്രിക്കീങ്ങളുടെ പെരടി മാത്രം വെട്ടിയാൽ മതി. വദ്രിബു മിൻഹും കുല്ല ബനാൻ, വിരലുകളും വെട്ടിയാൽ മതി, വേറെ ഒരു ജോലിയും നിങ്ങൾ ചെയ്യണ്ട. മുശ്രിക്കീങ്ങള് ബദറിൽ കടന്നപ്പോ വിരലുകൾ ഉണ്ടായിരുന്നില്ല, പെരടിയായിരുന്നു വെട്ടപ്പെട്ടിരുന്നത്. ഫദ്രിബു ഫൗഖൽ അഅനാഖ് വദ്രിബു മിൻഹും കുല്ല ബനാൻ. ഖുർആൻ പറഞ്ഞത് അവിടെ കാണാമായിരുന്നു. നാം പറഞ്ഞു വന്നത്, അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്തു, അല്ലാഹു ഓൺ ദ സ്പോട്ടിൽ ഉത്തരം ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ. ഇനി നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നാം എപ്പോൾ റബ്ബിനോട് ദുആ ചെയ്താലും ശരി, അല്ലാഹു ഉത്തരം ചെയ്യാതിരിക്കില്ല. നാം ആരോടാണ് ചോദിക്കുന്നത്? റഹ്മാനായ റഹീമായ മലിക്കുൽ ജബ്ബാറായ റബ്ബിനോട്. സഹോദര സഹോദരിമാരെ, നാം പറഞ്ഞു വന്നത്, ഒരു മുഅ്മിൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ ആ ദുആ തീർച്ചയായും അള്ളാഹു സ്വീകരിക്കും. സ്വീകരിക്കാത്ത ഒരു പ്രശ്നം വരുന്നില്ല. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്, മാ മിൻ മുസ്ലിമിൻ യദ്ഉല്ലാഹ ബിദഅവത്തിൻ ലൈസ ഫീഹാ ഇസ്മുൻ വലാ ഖതീഅതു റഹിം ഇല്ലാ അഅതാഹു അല്ലാഹു ബിഹാ ഇഹ്ദാ സലാസ്. ഒരു മുഅ്മിൻ റബ്ബിനോട് ദുആ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 1/3 അവന് കൊടുത്തിരിക്കും. തീർച്ചയായും 1/3 അല്ലാഹു കൊടുത്തിരിക്കും. അവന്റെ ദുആക്ക് അല്ലാഹു ഉത്തരം ചെയ്തിരിക്കും. ഒന്നുകിൽ ഇമ്മാ അൻ തുഅജ്ജില ലഹു ദഅവത, ഒന്നിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ദുആ ചെയ്യുന്ന സമയത്ത് തന്നെ ഉത്തരം ചെയ്യും. ഏതുപോലെ? അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിന്റെ മാതാവ് മുസ്ലിമാകണം എന്ന് ദുആ ചെയ്ത പോലെ, ബദറിൽ ദുആ ചെയ്ത പോലെ, ഇനി ദുനിയാവിൽ ഉത്തരം ചെയ്യും. ഒന്നുകിൽ അതിൽ തന്നെ രണ്ടെണ്ണമുണ്ട്. ഒന്നുകിൽ ഓൺ ദ സ്പോട്ടിൽ ദുആ ചെയ്യും, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും ദുആക്ക് ഉത്തരം ചെയ്യുക. അല്ലെങ്കിലോ അവന്റെ ഈ ദുആ കൊണ്ട് അവൻ ദുആ ചെയ്തതെന്താ? അല്ലാഹുമ്മ, അല്ലാഹുവേ എന്റെ മകൻ രോഗിയാണല്ലാ, അവന്റെ രോഗം നീ ശിഫയാക്കണേ അല്ലാ എന്ന് റബ്ബിനോട് ദുആ ചെയ്തുകൊണ്ടേയിരുന്നു. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മകന്റെ രോഗം ശിഫയാക്കിയില്ല. അല്ലാഹുവിന്റെ ഖദറിൽ ഉണ്ടായിരുന്നു ഈ ദുആ ചെയ്യുന്ന ഈ മനുഷ്യൻ തന്നെ അത് കഴിഞ്ഞ് അതിന്റെ പിറ്റേന്ന് മരിക്കേണ്ടവൻ ആണെന്ന് അല്ലാഹുവിന്റെ ഖദറിൽ ഉണ്ടായിരുന്നു. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ റൂഹ് പിടിക്കാതെ അവന്റെ ആയുസ് ദീർഘിപ്പിക്കുകയാണ്. ആ വലിയ മുസീബത്ത് അല്ലാഹു മാറ്റിക്കളയുകയാണ്. അല്ലാഹു ആ മുസീബത്ത് മാറ്റിക്കളയുകയാണ്. ഒന്നുകിൽ ദുനിയാവിൽ തന്നെ ദുആക്ക് ഉത്തരം ചെയ്യും. രണ്ടാമത്തേത്, അല്ലാഹു ഇവന്റെ ഈ ചോദ്യത്തിന് ഉത്തരം ചെയ്തില്ല. അല്ലാഹുവിനറിയാം അതിലും ഹൈറായത് എന്താണ്? ഈ മനുഷ്യൻ മരിക്കാതിരിക്കലാണ്. അല്ലാഹു അവന്റെ ആയുസ് ദീർഘിച്ചു കൊടുത്തു. മൂന്നാമത്തെ രൂപം, അവൻ ദുനിയാവിൽ വെച്ച് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു, അല്ലാഹു ഉത്തരം ചെയ്തില്ല. അതവന് ആഖിറത്തിലേക്ക് മാറ്റിവെച്ചു. ഇങ്ങനെ മൂന്ന് രൂപത്തിൽ ഏതെങ്കിലും ഒരു നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തീർച്ചയായും ദുആക്ക് ഉത്തരം ചെയ്യും. നിങ്ങൾ നോക്കൂ, സഹാബത്ത് റളിയല്ലാഹു തആല അൻഹും ഇങ്ങനെ പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോ സഹാബത്ത് പറഞ്ഞു, ഇദൻ നുക്സിറു ദുആ, ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ദുആ ചെയ്തുകൊണ്ടേയിരിക്കും, അല്ലാഹുവിനോട് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. കാരണം ഉത്തരം ചെയ്യാതിരിക്കുമല്ലോ. അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ലാഹു അക്സർ, എങ്കിൽ അല്ലാഹു നിങ്ങൾക്ക് വളരെ വളരെ കൂടുതലായി നൽകിക്കൊണ്ടേയിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആദ്യമായി നാം പറഞ്ഞു, ചോദിക്കുന്ന അതേ ഘട്ടത്തിൽ തന്നെ ദുആ ചെയ്യും. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മസ്ജിദുൻ നബവിയിൽ ഖുതുബ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു അഅറാബി പള്ളിയിലേക്ക് കയറി വന്നു. ജുമുഅ നമസ്കാരത്തിന്റെ മുമ്പുള്ള ഖുതുബയാണ്. അഅറാബി കയറി വന്നു. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു വസല്ലമുഹു അലൈഹി അവരോട് വിളിച്ചു പറഞ്ഞു, അഅറാബിയാണ്, യാ റസൂലല്ലാഹ്, യാ റസൂലല്ലാഹ്, ഹലകത്തിൽ അംവാലു വൻഖതഅതിസ് സുബുൽ, ഹലകത്തിൽ അംവാലു വൻഖതഅതിസ് സുബുൽ, അല്ലാഹുവിന്റെ റസൂലേ സമ്പത്ത് മുഴുവനും നശിച്ചുകൊണ്ടിരിക്കുന്നു, ഞങ്ങളുടെ സമ്പാദ്യത്തിന്റെ മാർഗങ്ങൾ മുഴുവനും അടഞ്ഞിരിക്കുന്നു. ഫദ്ഉല്ലാഹ അൻ യഗീസനാ, അല്ലാഹുവിന്റെ റസൂലേ താങ്കൾ ദുആ ചെയ്യണം ഞങ്ങൾക്ക് മഴ വർഷിക്കാൻ വേണ്ടി. ഈ അഅറാബിയായ സഹാബി ഖുതുബക്കിടയിലാണ് അല്ലാഹുവിന്റെ റസൂലിനോട് വിളിച്ചു പറഞ്ഞത്. ഖുതുബക്കിടയിൽ ലോകത്തിന്റെ നായകൻ മുഹമ്മദ് മുസ്തഫ സാദിഖുൽ മസ്ദൂഖ് ഹബീബുൽ മഹ്ബൂബ് മുഹമ്മദിൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ അഅറാബിയുടെ വാക്ക് കേട്ടു. രണ്ടു കരങ്ങളും ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ട് ലോകത്തിന്റെ നായകൻ ദുആ ചെയ്തു, അല്ലാഹുമ്മ അഗ്ഹിസ്നാ, അല്ലാഹുമ്മ അഗ്ഹിസ്നാ, അല്ലാഹുമ്മ അഗ്ഹിസ്നാ, അല്ലാഹുവേ ഞങ്ങൾക്ക് മഴ വർഷിക്കണേ. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്തുകൊണ്ടിരിക്കെ ഞാൻ മാനത്തേക്ക് നോക്കി, ഞാൻ ആകാശത്തേക്ക് നോക്കി. മദീനയുടെ ആകാശം ഗ്ലാസ് പോലെയായിരുന്നു, ചില്ല് പോലെ തെളിഞ്ഞലായിരുന്നു, അവിടെ മേഘങ്ങൾ ഇല്ലായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്തുകൊണ്ടിരിക്കുമ്പോ അങ്ങും ഇങ്ങിലെന്ന് മേഘങ്ങൾ ഇങ്ങനെ അങ്ങോട്ട് വന്ന് മല പോലെ തടിച്ചുകൂടി. എന്നിട്ട് മഴ വർഷിക്കാൻ തുടങ്ങി. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തിട്ട് കൈ ഇങ്ങനെ താഴ്ത്തുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ നിന്ന് വെള്ളം ഒലിക്കുന്നത് ഞാൻ കണ്ടിരുന്നു എന്ന് അനസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു. ഓൺ ദ സ്പോട്ടിൽ, ഓൺ ദ സ്പോട്ടിലാണ് ഉത്തരം. ഇവിടെ നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാകും, ഇത് അള്ളാഹുവിന്റെ റസൂലല്ലേ? അള്ളാഹുവിന്റെ റസൂല് ദുആ ചെയ്തപ്പോഴും
അതുപോലെ അതിനുശേഷം സലഫു സാലിഹീങ്ങളായ ഔലിയാക്കളായ ആളുകളൊക്കെ ദുആ ചെയ്തപ്പോഴും പലപ്പോഴും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ജാമിഅയില് സമ്മേളനം നടക്കുമ്പോ മുസ്തജാബു ദുആയായിരുന്ന കണ്ണിയത്ത് അഹമ്മദ് കുട്ടി മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ അവര് ദുആ ചെയ്തപ്പോഴും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളിൽ നിങ്ങൾക്ക് വായിക്കുവാൻ സാധിക്കും. ഇനി രണ്ടാമത്തെ ദുന്യാവിൽ ഉത്തരം ചെയ്യപ്പെടുന്ന രൂപം ഓൺ ദ സ്പോട്ടിൽ ഉത്തരം ചെയ്യൂല, കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും ഉത്തരം ചെയ്യാം. ഏതുപോലെ അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വലവാത്തുല്ലാഹി വസലാമുഹു അലൈഹി ഇസ്ലാമിന്റെ പ്രബോധനത്തിന്റെ ആദ്യകാലത്ത് ഒരുപാട് തീഷ്ണമായ മർദ്ദനങ്ങളും പീഡനങ്ങളും സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹിച്ചിട്ടുണ്ട്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഅബത്തിന്റെ അരികിൽ വെച്ച് നമസ്കാരം നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോ ഉത്ബത്തും ശൈബത്തും അബൂജഹലും അടങ്ങുന്ന ഈ സംഘം ഒരു അടിമയെ പറഞ്ഞേച്ച് ചീഞ്ഞളിഞ്ഞ ഒട്ടകത്തിന്റെ കുടൽമാല അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സാഷ്ടാംഗം നമിക്കുമ്പോ സുജൂദ് ചെയ്യുമ്പോ അള്ളാഹുവിന്റെ റസൂലിന്റെ തലയിൽ നിക്ഷേപിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് തല ഉയർത്താൻ സാധിക്കുന്നില്ല ഇതിന്റെ കനം കൊണ്ട്. ആ സമയത്ത് അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രിയപുത്രി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ അന്ന് 6 വയസ്സുള്ള പിഞ്ചുകുട്ടിയാണ്. അവര് കരഞ്ഞുകൊണ്ട് ഓടി വന്നു, അബി 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 എന്ന് വിളിച്ചുകൊണ്ട് ഇതിങ്ങനെ ഉയർത്തുകയാണ്. ഈ സമയത്ത് മഹാനായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയോട് പറയുകയാണ്, ഫാത്തിമ അല്ലാഹു മാനിഉൻ അബാക്, അല്ലാഹു മാനിഉൻ അബാക്, നീ വിഷമിക്കേണ്ട ഫാത്തിമ, നിന്റെ പിതാവിനെ അള്ളാഹു സംരക്ഷിക്കും ഫാത്തിമ. അതിന്റെ പിന്നിലാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഈ സംഭവം അറിഞ്ഞുകൊണ്ട് ഓടി വരുന്നത്. എന്നിട്ട് ചീഞ്ഞളിഞ്ഞ വളരെ ഭാരമുള്ള നാറുന്ന ഈ ഒട്ടകത്തിന്റെ കുടൽമാല വലിച്ചിട്ടു. എന്നിട്ട് അബൂജഹലിന്റെ മുഖത്ത് നോക്കി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഗർജിച്ചു, എടാ അബൂജഹൽ, എന്റെ ഹബീബിനെ തൊടാൻ ധൈര്യമുണ്ടെങ്കിൽ ഒന്ന് തൊട്ടു നോക്കടാ അബൂജഹൽ എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഗർജിച്ച ദിവസമായിരുന്നു അത്. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഞാനന്ന് ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നു, ഞാനന്ന് അടിമയായിരുന്നു, എനിക്ക് മുന്നിലേക്ക് വരാൻ സാധിക്കില്ലായിരുന്നു, എന്റെ ഈമാൻ മറച്ചു വച്ചതായിരുന്നു. അങ്ങനെ ഞാൻ ഒളിഞ്ഞിരുന്ന് കാണുന്നുണ്ട് അല്ലാഹുവിന്റെ റസൂല് ഇരു കരങ്ങളും ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ട് റബ്ബിനോട് ദുആ ചെയ്തു, അല്ലാഹുമ്മ അലൈക ബി അബീ ജഹൽ, അല്ലാഹുമ്മ അലൈക ബി ഉത്ബ, അല്ലാഹുമ്മ അലൈക ബി ശൈബ. ഇങ്ങനെ കുറെ ആളുകളുടെ പേര് വിളിച്ചിട്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തു. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ആരുടെയൊക്കെ പേരാണോ അല്ലാഹുവിന്റെ റസൂല് ആ സമയത്ത് വിളിച്ചു ദുആ ചെയ്തത്, ഇവരൊക്കെ ബദറിന്റെ യുദ്ധം കഴിഞ്ഞപ്പോ ഈ കിണറ്റിൽ കടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. ആരുടെയൊക്കെ പേര് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹ്ബിഹി വസല്ലമ തസ്ലീമൻ കസീറൻ കസീറാ, ആരുടെയൊക്കെ പേര് വിളിച്ചോ ഇവരൊക്കെ ബദറിന്റെ കിണറ്റിൽ കിടക്കുന്നത് ഞാൻ കണ്ടു. എന്നിട്ട് അവരോട് അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, എന്നോട് എന്റെ റബ്ബ് വാഗ്ദത്തം ചെയ്തത് പൂർത്തീകരിച്ചിരിക്കുന്നു. അബൂജഹലെ, നിങ്ങളോട് വാഗ്ദത്തം ചെയ്തത് അല്ലാഹു പൂർത്തീകരിച്ചത് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടില്ലേ? ഈ സമയത്താണ് മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചത്, അല്ലാഹുവിന്റെ റസൂലേ, ഇവര് മരിച്ച ആളുകളല്ലേ കേൾക്കുവോ? അപ്പോഴാ റസൂൽ പറഞ്ഞത്, ഉമറേ, നീ എങ്ങനെ കേട്ടിട്ടുണ്ടോ അതിലും വ്യക്തമായി അബൂജഹലും കൂട്ടരും ഞാൻ ചോദിച്ചത് കേട്ടിട്ടുണ്ട്. ഇതുകൂടെ നാം മനസ്സിലാക്കണം. നാം പറഞ്ഞു വന്നത്, ആദ്യം സ്പോട്ടിലാണ് ഉത്തരം ചെയ്തത്, രണ്ടാമത് അള്ളാഹുവിന്റെ റസൂലാണ് ദുആ ചെയ്തത്. അത് കഴിഞ്ഞ് 10-13 വർഷം കഴിഞ്ഞിട്ടാണ് ഉത്തരം കിട്ടിയത്. ഇനി മൂന്നാമത്തെ രൂപം, അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയ പിതൃവ്യൻ അബൂ താലിബ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം മുസ്ലിമായി എന്നും അഭിപ്രായമുണ്ട്. മഹാനായ ശംസുൽ ഉലമയൊക്കെ ആ അഭിപ്രായക്കാരനായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം റഹിമഹുല്ല പ്രസംഗിക്കുമ്പോഴൊക്കെ അബൂ താലിബിന്റെ പേര് പറയുമ്പോ റളിയല്ലാഹു തആല അൻഹു എന്ന് പറയാറുണ്ടായിരുന്നു. പാണ്ഡിത്യത്തിന്റെ ഗോപുരങ്ങളായിരുന്നു അതൊക്കെ.
പറയാൻ തുടങ്ങിയാൽ പിന്നെ അങ്ങോട്ട് പോയി പോകും. ഞാൻ വിഷയത്തിലേക്ക് വരികയാണ്. എങ്കിലും മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരും അദ്ദേഹം മുസ്ലിമായിട്ടില്ല എന്ന അഭിപ്രായക്കാരാണ്. അള്ളാഹുവിന്റെ റസൂൽ ദുആ ചെയ്യാറുണ്ടായിരുന്നു, അള്ളാഹുവേ എന്റെ പ്രിയ പിതൃവ്യൻ അബൂജഹലിനെ നീ അബൂ താലിബിനെ നീ ഹിദായത്താക്കണേ റബ്ബേ എന്ന്. ഉത്തരം കിട്ടിയില്ല. നാം പറഞ്ഞല്ലോ, അള്ളാഹു ഉത്തരം ചെയ്യൂല. ഒന്നുകിൽ മുസീബത്ത് തട്ടും, അല്ലെങ്കിൽ ആഖിറത്തിലേക്ക് നീട്ടിവെക്കും. ഇത് ഏതാണോ അള്ളാഹു ആലം. എന്തുകൊണ്ട് ഉത്തരം ചെയ്യുന്നില്ല? നാം നേരത്തെ പറഞ്ഞല്ലോ, وقال ربكم ادعوني استجب لكم ان الذين يستكبرون عن عبادتي سيدخلون جهنم داخرين. അല്ലാഹു ഉത്തരം ചെയ്യുമെന്ന് നാം പറഞ്ഞല്ലോ. പിന്നെന്തുകൊണ്ട് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ ദുആ ചെയ്തിട്ട് അല്ലാഹു ഉത്തരം ചെയ്യാതിരുന്നത്? നാം മനസ്സിലാക്കണം. ഞാനൊരു ഉദാഹരണത്തിലൂടെ ഈ കാര്യം നിങ്ങളെ മനസ്സിലാക്കാനാണ് ശ്രമിക്കുന്നത്. നിങ്ങളുടെ സ്വന്തം പിഞ്ചുമകൻ, ഏറ്റവും പ്രിയപ്പെട്ട മകൻ, നിങ്ങളുടെ ഷോക്കേസിൽ ഇരിക്കുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയ, കാണാൻ വളരെ ഭംഗിയുള്ള ഒരു പാമ്പ്. ഷോക്കേസിൽ പാമ്പൊക്കെ വെക്കുന്ന ആളുകൾ ധാരാളം ഉണ്ട്. അമേരിക്കയിൽ നിന്ന്, അമേരിക്കൻ കോണ്ടിനെന്റിൽ നിന്ന്, അല്ലെങ്കിൽ ആഫ്രിക്കൻ കോണ്ടിനെന്റിൽ നിന്ന് കൊണ്ടുവരുന്ന ചില പാമ്പുകളുണ്ട്, ചെറിയ പാമ്പുകൾ. ഇത്ര കാണാൻ അഴകുള്ള ജീവിയെ നമുക്ക് കാണാൻ സാധിക്കില്ല. അത്രയും ഭംഗിയുള്ളതായത്, അത്രയും വിഷവും ഇതിനുണ്ട്. ഇത് ഷോക്കേസിൽ വെക്കാറുണ്ട് അറബികളൊക്കെ. ഈ പാമ്പിനെ സ്വന്തം പ്രിയപ്പെട്ട മകൻ നിങ്ങളോട് ചോദിക്കാണ്, കരഞ്ഞുകൊണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ, പിറ്റേന്നും അതിന്റെ പിറ്റേന്നും ചോദിച്ചുകൊണ്ടേയിരുന്നു. എന്താ, നിങ്ങൾക്ക് നിങ്ങളുടെ മകനോട് സ്നേഹമില്ലായിട്ടാ? മകനോട് സ്നേഹമില്ലാഞ്ഞിട്ടാണോ നിങ്ങൾ കൊടുക്കാത്തത്? ആണോ സഹോദരന്മാരെ? ഒരിക്കലുമല്ല. നിങ്ങൾക്ക് സ്നേഹം ഉള്ളത് കൊണ്ടാ കൊടുക്കാത്തത്. നിങ്ങൾക്കറിയാം, ഈ ഷോക്കേസിലിരിക്കുന്ന പാമ്പിനെ എന്റെ കുഞ്ഞിന്റെ കയ്യിൽ കൊടുത്താൽ, ഇരങ്ങാനും കൊത്തിയാൽ എന്റെ കുഞ്ഞ് മരിച്ചു പോകും. എന്റെ കുഞ്ഞിനെ എനിക്ക് വേണം. അതുകൊണ്ട് തന്നെയാണ് സ്വന്തം ഉമ്മയെക്കാളും നമ്മോട് സ്നേഹമുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹമുർ റഹീമായ റബ്ബ്, അവനാണ് അറിയുക നമുക്ക് ഖൈർ എന്താണ് എന്ന്. അതുകൊണ്ടാണ് നമ്മൾ ചില കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അല്ലാഹു തരാത്തത്. അല്ലെങ്കിൽ വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവതദ് ദാഇ ഇദാ ദഅൻ ഫൽയസ്തജീബൂ ലി വൽയുഅ്മിനൂ ബി ലഅല്ലഹും യർഷുദൂൻ. അല്ലാഹു തന്നെ പറഞ്ഞു. നിങ്ങൾ നോക്കൂ, അല്ലാഹു തന്നെ പറയുകയാണ്, وَإِذَا سَأَلَكَ عِبَادِي عَنِّي فَإِنِّي قَرِيبٌ. പ്രവാചകരെ, താങ്കളോട് എന്റെ അടിമകൾ താങ്കളോട് ചോദിക്കും, എന്റെ പ്രിയപ്പെട്ട അടിമകൾ താങ്കളോട് ചോദിക്കും. വഇദാ സഅലക ഇബാദി അന്നി, എന്നെ കുറിച്ച് അവർ താങ്കളോട് ചോദിച്ചാൽ. ഈ ആയത്ത് പ്രത്യേക സ്വഭാവത്തിലാണ് ഖുർആനിൽ പണ്ഡിതന്മാരുള്ള സദസ്സാണിത്. ഖുർആനിൽ വേറെ ഇതുപോലത്തെ ഒരുപാട് ആയത്തുകളുണ്ട്. യസ്അലൂനക അനിൽ അഹില്ല, അഹില്ല എന്നതിനെ കുറിച്ച് താങ്കളോട് ചോദിക്കും. യസ്അലൂനക അനിൽ ഖംറി വൽ മൈസിർ, താങ്കളോട് ഖംറിനെ കുറിച്ച്, മൈസറിനെ കുറിച്ച് താങ്കളോട് ചോദിക്കും. യസ്അലൂനക അനിർ റൂഹ്, റൂഹിനെ കുറിച്ച് താങ്കളോട് ചോദിക്കും. അവിടെയൊക്കെ ഖുർആൻ പിന്നീട് പറയുന്നത് ഖുലിർ റൂഹു മിൻ അംരി റബ്ബി, റൂഹ് എന്നത് എന്റെ രക്ഷിതാവിന്റെ പ്രത്യേകമായ കാര്യമാണെന്ന് താങ്കൾ പറയണം. യസ്അലൂനക അനിൽ അഹില്ല ഖുൽ ഹിയ മവാഖീതു ലിന്നാസ്, താങ്കൾ പറയണം റസൂലേ, ഖുൽ എന്ന് പറഞ്ഞിട്ടാണ് അല്ലാഹുവിന്റെ റസൂലിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്. താങ്കൾ പറയണം, താങ്കൾ മനസ്സിലാക്കി കൊടുക്കണം. എങ്കിൽ നിങ്ങൾ വരൂ, ഈ ആയത്തിൽ, സൂറത്തുൽ ബഖറയിൽ പറയുന്ന ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വഇദാ സഅലക ഇബാദി അന്നി, പ്രവാചകരെ താങ്കളോട് എന്നെ കുറിച്ച് എന്റെ പ്രിയപ്പെട്ട അടിമകൾ ചോദിച്ചാൽ ഖുൽ, താങ്കൾ പറയണം എന്ന് പറഞ്ഞില്ല. ഖുൽ പറയാതെ അല്ലാഹു തന്നെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാണ്.
ഫഇന്നീ ഖരീബ്, ഞാൻ നിങ്ങളുടെ അടുത്ത് തന്നെയുണ്ട്. ഖുൽ എന്ന് പറഞ്ഞില്ല. ഫഇന്നീ ഖരീബ് ഉജീബു ദഅവതദ്ദാഇ ഇദാ ദഅാൻ, അവർ എന്നോട് ചോദിക്കേണ്ട രീതിയിൽ ചോദിച്ചാൽ ഞാൻ ഉത്തരം ചെയ്യും. ഉജീബു ദഅവതദ്ദാഇ ഇദാ ദഅാൻ ഫൽയസ്തജീബൂ ലീ, അതുകൊണ്ട് എന്നോട് അവർ ചോദിക്കട്ടെ. ഫൽയുഅ്മിനൂ ബി ലഅല്ലഹും യർഷുദൂൻ, എന്നോട് അവർ ചോദിക്കട്ടെ, നമ്മിൽ ഭരമർപ്പിക്കട്ടെ പ്രവാചകരെ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇത്രയും നമ്മോട് പ്രിയപ്പെട്ട അള്ളാഹു എന്തുകൊണ്ട് ഉത്തരം ചെയ്യുന്നില്ല? ചില സമയത്ത് അതിന്റെ ഉത്തരം നാം എന്തുകൊണ്ട് ഈ വിഷമുള്ള വളരെ ഭംഗിയുള്ള ഈ പാമ്പിനെ നമ്മുടെ കുഞ്ഞിന്റെ കയ്യിൽ കൊടുക്കുന്നില്ല? അതാണ് അതിന്റെ ഉത്തരം. അള്ളാഹുവിനോട് നാം അത്രയും ബന്ധപ്പെട്ടവരാണ്. നമ്മുടെ ബന്ധം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയവും അള്ളാഹും തമ്മിൽ ഖുർആൻ പറഞ്ഞ ഹബലുണ്ട്, ആ കയറുണ്ട്, ആ ബന്ധവുമുണ്ട്. അത് നാം മനസ്സിലാക്കണം. ഇനി പ്രത്യേകമായി എന്റെ സഹോദരന്മാർ, എന്റെ സഹോദരിമാർ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇന്നല്ലാഹ തയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ തയ്യിബ. നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. എപ്പോൾ നമ്മൾ ദുആ ചെയ്താലും അല്ലാഹു ഉത്തരം ചെയ്യും. ഇന്നല്ലാഹ തയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ തയ്യിബ. അല്ലാഹു സംശുദ്ധനാണ്, ശുദ്ധിയുള്ളത് മാത്രമേ, ഹലാലായത് മാത്രമേ അല്ലാഹു സ്വീകരിക്കുകയുള്ളൂ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു വസല്ലമുഹു അലൈഹി പറയുന്നു, വഅന്ന അല്ലാഹ അമറ ബിൽ മുഅ്മിനീന ബിമാ അമറ ബിഹിൽ മുർസലീൻ. അല്ലാഹു മുഅ്മിനീങ്ങളോട് കൽപ്പിച്ചത് മുർസലീങ്ങളായ പ്രവാചകന്മാരായ ആളുകളോട് കൽപ്പിച്ച അത്രയും പ്രധാനപ്പെട്ട കാര്യമാണ് മുഅ്മിനീങ്ങളോടും അല്ലാഹു കൽപ്പിച്ചത്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓതുകയാണ്, യാ അയ്യുഹർ റസൂലു കുലൂ മിനത് തയ്യിബാതി വഅമലൂ സാലിഹാ ഇന്നി ബിമാ തഅമലൂന അലീം. മുർസലീങ്ങളെ, കുലൂ മിനത് തയ്യിബാത്, നിങ്ങൾ നല്ലത് മാത്രം ഭക്ഷിക്കുക, ഹലാലായത് മാത്രം നിങ്ങൾ ഭക്ഷിക്കണേ. വഅമലൂ സാലിഹാ ഇന്നി ബിമാ തഅമലൂന അലീം, നിങ്ങൾ സൽക്കർമ്മം ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യണേ, നിങ്ങളെ ഞാൻ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓതി, യാ അയ്യുഹല്ലദീന ആമനൂ കുലൂ മിൻ തയ്യിബാതി മാ റസഖനാകും. മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, എന്റെ ഉമ്മത്തെ, നിങ്ങൾ ഹലാലായത് മാത്രം ഭക്ഷിക്കണേ, നിങ്ങൾ ശുദ്ധിയുള്ളത്, നിങ്ങൾക്ക് അനുവദനീയമായത് മാത്രം ഭക്ഷിക്കണേ എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഹലാലായത് മാത്രം ഭക്ഷിക്കണം. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഹദീസിൽ പറയുകയാണ്, ثم ذكر الرجل يطيل السفر. പിന്നെ അള്ളാഹുവിന്റെ റസൂൽ ഒരു മനുഷ്യനെ കുറിച്ച് പറഞ്ഞു, യുതീലു സഫർ, ആ മനുഷ്യൻ ദീർഘമായി യാത്ര ചെയ്യും. അശ്അസ അഗ്ബറ, അദ്ദേഹം പൊടി പുരണ്ട ആളാണ്. ഇവിടെ മറ്റൊരു ഹദീസ് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊരു ഹദീസിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, അശ്അസ അഗ്ബറ ലൗ അഖ്സമ അലല്ലാഹി ലഅബറ. പൊടി പുരണ്ട ആളുകൾ കണ്ടാൽ ശ്രദ്ധിക്കാത്ത ഈ മനുഷ്യൻ ലൗ അഖ്സമ അലല്ലാഹി ലഅബറ, അള്ളാഹുവിനോടെങ്ങാനും ഒരു കാര്യം ചോദിച്ചാൽ ഓൺ ദ സ്പോട്ടിൽ അള്ളാഹു ഉത്തരം ചെയ്യും. മുഹമ്മദ് മുസ്തഫ ആ മനുഷ്യനെ പോലെയാണ് ഇദ്ദേഹത്തിന്റെ രൂപവും. ഒരുപാട് യാത്ര ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായും യാത്രക്കാരന്റെ ദുആ ഉത്തരം ചെയ്യപ്പെടാൻ സാധ്യതയുള്ള ദുആയാണല്ലോ. അതുകൊണ്ടാണ് റസൂൽ ഇവിടെ പറയുന്നത് യുതീലു സഫർ, ഒരുപാട് യാത്ര ചെയ്യും. അശ്അസ അഗ്ബറ. ഇനി നിങ്ങൾ മുമ്പ് കാലത്തൊക്കെ നമ്മൾ ചില ആളുകളുടെ അടുത്തൊക്കെ ചെന്നിട്ട്, മഹാന്മാരെന്ന് നമ്മൾ വിചാരിക്കുന്ന ആളുകളുടെ അടുത്ത് ചെന്നിട്ട് നമ്മൾ ദുആ ചെയ്യാൻ പറയും. അവരുടെയൊക്കെ കോലം നമ്മുടെ മനസ്സിലൊന്ന് നിങ്ങൾ ചിത്രീകരിച്ചു നോക്കൂ. വലിയ താടിയുള്ള, നീളക്കുപ്പായോട്ട, വലിയ തലപ്പാവ് ധരിച്ച, പൊടി പുരണ്ട,
സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഈ മനുഷ്യന്റെ രൂപം നിങ്ങളുടെ മനസ്സിൽ വേണം. യുതീലു സഫർ അശ്അസ അഗ്ബറ, എന്നിട്ടോ യമുദ്ദു യദൈഹി ഇലസ്സമാ, അദ്ദേഹം രണ്ടു കരങ്ങളും ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ട് യാ റബ്ബ് യാ റബ്ബ് യാ റബ്ബ്, എന്റെ റബ്ബേ, എന്റെ രക്ഷിതാവേ, എന്റെ അല്ലാഹ് എന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. വമത്അമുഹു ഹറാം, അവന്റെ ഭക്ഷണം ഹറാമാണ്. വമശ്റബുഹു ഹറാം, അവന്റെ പാനീയം ഹറാമാണ്. വമൽബസുഹു ഹറാം, അവന്റെ ഡ്രസ് ഹറാമാണ്. വഗുദ്ദിയ ബിൽ ഹറാം, അവൻ മുഴുവനും ഹറാമിൽ കുളിച്ചവനാണ്. അന്യന്റെ കടം വാങ്ങിച്ചിട്ട് തിരിച്ചു കൊടുക്കാത്തവനാണ്. അന്യനെ ബിസിനസ് ചെയ്ത് പറ്റിച്ചവനാണ്. ഇവന്റെ സമ്പത്ത് ബാത്തിലാണ്, ഇവൻ ഹറാമാണ് തിന്നുന്നത്. അവന്റെ മക്കൾക്ക് ഹറാമാണ് കൊടുക്കുന്നത്. പക്ഷേ അവന്റെ രൂപം കണ്ടാൽ അശ്അസ അഗ്ബറ യുതീലു സഫർ, എന്നിട്ടോ യമുദ്ദു യദൈഹി ഇലസ്സമാ യാ റബ്ബ് യാ റബ്ബ്, അവൻ വിളിക്കുകയാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഫഅന്നാ യുസ്തജാബു ലഹ്, ഇവൻ എങ്ങനെയാണ് അല്ലാഹു ഉത്തരം ചെയ്യാ? ഇവൻ എങ്ങനെയാണ് അല്ലാഹു ഉത്തരം ചെയ്യുക? നാം മനസ്സിലാക്കണം, ഈ റമദാനാണ് വരുന്നത്. നോമ്പുകാരന്റെ ദുആ ഉത്തരം ചെയ്യപ്പെടുന്നതാണെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ ഹറാമിന്റെ എന്തെങ്കിലും നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ അങ്ങോട്ട് പൊന്തൂല. അതുകൊണ്ട് എന്റെ സഹോദരന്മാരെ, റമദാനാണ് വരുന്നത്, ദുആയുടെ മാസമാണ്, ഇബാദത്തിന്റെ മാസമാണ്. നാം വളരെ ശ്രദ്ധയോടെ വല്ല ഇടപാടും ഉണ്ടെങ്കിൽ നാം അത് തീർക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അമ്മാവനാണ്. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ ചെന്നിട്ട് പറയാണ്, അത്രയും സ്വാതന്ത്ര്യം അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ അവർക്കുണ്ടായിരുന്നു. അവർ ചെന്നിട്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ് ഉദ്ഉല്ലാഹ അൻ യജ്അലനി മുസ്തജാബദ് ദഅവ. സ്വന്തം അമ്മാവൻ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധാനത്തിൽ വന്ന് പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഉദ്ഉല്ലാഹ അൻ യജ്അലനി മുസ്തജാബദ് ദഅവ, താങ്കൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണം, എന്നെ ദുആക്ക് ഉത്തരം കിട്ടുന്ന ആളാക്കാൻ താങ്കൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണമെന്ന്. മഹാനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുഞ്ചിരിച്ചുകൊണ്ട് സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ശിരസിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, അത്തിബ് മത്അമക് തകുൻ മുസ്തജാബദ് ദഅവ. രണ്ടു കരങ്ങളും ആകാശത്തേക്ക് ഉയർത്തി ദുആ ചെയ്യല്ല, മലക്ക് ദുആ ചെയ്ത പോലെ ദുആ ചെയ്തില്ല. എന്താ പറഞ്ഞത്? സ്വന്തം അമ്മാവനോട് അത്തിബ് മത്അമക് തകുൻ മുസ്തജാബദ് ദഅവ, നിന്റെ ഭക്ഷണം സഅദേ നീ ഹലാലാക്കണം, എങ്കിൽ നീ മുസ്തജാബുദ് ദുആയാകും. മുഹമ്മദ് മുസ്തഫ. ഇത് സഅദ് റളിയല്ലാഹു തആല അൻഹുവിനോട് നമ്മുടെ നായകൻ, ഇന്ന് ജീവിക്കുന്ന 100 കോടി മുസൽമാന്മാരുടെ നായകൻ, 1400 സംവത്സരങ്ങൾക്ക് മുമ്പ് സഅദ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞെങ്കിൽ നമ്മളെ ഓരോരുത്തരെയും വിളിച്ചുകൊണ്ട് ഇന്ന് മദീനയിൽ നിന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വലവാതു റബ്ബി വസലാമുഹു അലൈഹി അവർ ഇന്നും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അത്തിബ് മത്അമക് തകുൻ മുസ്തജാബുദ് ദുആ, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഭക്ഷണം ഹലാലാക്കണേ, എങ്കിൽ നിങ്ങൾ ഓരോരുത്തരും ഉത്തരം ചെയ്യപ്പെടുന്ന ആളുകളാകുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനുശേഷം മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹു ഈ കാര്യത്തിൽ അത്രമാത്രം ശ്രദ്ധ ചെലുത്തിയിരുന്നു. ഹലാലല്ലാത്ത ഒന്നും ഭക്ഷിക്കുമായിരുന്നില്ല. അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരാടുണ്ടായിരുന്നു. ഈ ആട് അവര് കറന്ന് പാല് കുടിക്കുന്ന ആടായിരുന്നു. ഒരു ദിവസം ഇവരുടെ അയൽവാസിയുടെ പറമ്പിൽ പോയി പുല്ല് തിന്നു, അദ്ദേഹത്തിന്റെ പെർമിറ്റ് ഇല്ലാതെ.
അത് അറിഞ്ഞ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം മരിക്കുന്നവരെ ഈ ആടിന്റെ പാല് കുടിച്ചിട്ടില്ല. അദ്ദേഹം പറയുമായിരുന്നു, ഒരു പക്ഷേ ആ പുല്ല് കൊണ്ടായിരിക്കാം ഈ ആടിന് ഈ പാലുണ്ടായത്, അത് ഹറാമാവാൻ സാധ്യതയുണ്ട്. സുബ്ഹാനല്ലാഹ്, ഇവരുടെയൊക്കെ ശ്രദ്ധ എത്രമാത്രമാണ്. സഹോദരന്മാരെ, നാം ചിന്തിക്കണം, നാം ഓർക്കണം. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളൊക്കെ നമ്മുടെ മക്കളുമായിട്ട് ഷോപ്പിംഗ് മാളിലൊക്കെ പോകുന്ന ആളുകളാണ്. നമ്മുടെ മക്കള് നമ്മുടെ കൂടെ ഉണ്ടാകുമ്പോ ഫ്രൂട്ട്സിന്റെ സെക്ഷനിൽ ചെന്നാല് ഒരു മുന്തിരി, 2 മുന്തിരി, മറ്റൊരുത്തൻ വേറൊരു സാധനം 2 കഷ്ണം ഇങ്ങനെ എടുത്ത് ഭക്ഷിക്കുന്നൊരു സ്വഭാവമുണ്ട്. ഇത് ഹറാമാണോ ഹലാലാണോ എന്ന് എന്റെ സഹോദരന്മാരെ എനിക്കോ നിങ്ങൾക്കോ ഉറപ്പില്ല. ചിലപ്പോ ഈ ഹൈപ്പർ മാർക്കറ്റിന്റെ ആള് പൊരുത്തപ്പെട്ടു വരും, പറയാതെ തന്നെ. ചിലപ്പോ പൊരുത്തപ്പെട്ടിട്ടില്ല എന്നും വരൂലേ. അതുകൊണ്ട് എന്റെ സഹോദരന്മാർ, എന്റെ സഹോദരിമാർ, നമ്മുടെ പിഞ്ചു മക്കളെ ശ്രദ്ധിക്കണം. നാം ഏതായാലും നമ്മളൊക്കെ മുബാറക്കിങ്ങളായ മനുഷ്യന്മാരാ. നമ്മളാരും അങ്ങനെ ചെയ്യൂല. നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. നമ്മുടെ മക്കൾ ചെയ്യുന്നുണ്ടെങ്കിൽ നാം ശ്രദ്ധിക്കുകയും വേണം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നാം പറഞ്ഞു വന്നത്, മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു അത്രമാത്രം കണിശമായി പിന്നീട് ഹലാലിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുമായിരുന്നു. മഹാനായ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി. അല്ലാഹു അവരോടൊന്നിച്ച് നമ്മെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂട്ടട്ടെ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭരണകാലത്ത് സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹുവിനെ ഇറാഖിലെ ചില നാടുകളിൽ ഗവർണറായി നിയോഗിച്ചു. അദ്ദേഹം വളരെ കണിശമായി ഭരണം നടത്തി, വളരെ നീതിമാനായിരുന്നു. പക്ഷേ ചില ശരീഅത്തിന്റെ കാര്യത്തിൽ അവിടുത്തെ ചില പ്രമുഖന്മാരുമായി അദ്ദേഹത്തിന് അഭിപ്രായ വ്യത്യാസമുണ്ടായപ്പോ ചില ആളുകൾ അമീറുൽ മുഅ്മിനീൻ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന് കത്തെഴുതി, ഞങ്ങളുടെ അമീർ ചില പ്രശ്നങ്ങളുണ്ട്, അദ്ദേഹം നീതിമാനല്ല, അതുകൊണ്ട് മാറ്റണം. കത്ത് കിട്ടിയ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ലോകത്തെ ഏറ്റവും വലിയ നീതിയുടെ ആൾരൂപമായിരുന്നു. കത്ത് വായിച്ചു, ഒരാളെ വിളിച്ചു, പ്രമുഖനായ ഒരു സഹാബിയെ വിളിച്ചിട്ട് ഈ കത്തുമായിട്ട് മറ്റൊരു കത്തും കൊടുത്തു. എന്നിട്ട് പറഞ്ഞയച്ചു കൂഫയിലേക്ക്. അവിടെ ഈ ദൂതൻ ചെന്നു. സഅദ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു, കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. അദ്ദേഹം അംഗീകരിക്കാണ്, സ്വതന്ത്രനായി മത്സരിക്കല്ല, വേറെ പാർട്ടി ഉണ്ടാക്കല്ല, അംഗീകരിക്കുകയാണിത്. എന്നിട്ടോ ഈ മനുഷ്യന്റെ കൂടെ, ഈ റസൂലിന്റെ കൂടെ കൂഫയിലുള്ള എല്ലാ പള്ളിയിലും അവർ പോയി. ഈ റസൂൽ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ദൂതൻ എണീറ്റ് നിൽക്കും സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കൈ പിടിച്ചുകൊണ്ട്. എന്നിട്ട് പറയും, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഇതാ നിങ്ങളുടെ അമീർ, ഇദ്ദേഹത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടോ? അവരൊക്കെ പറഞ്ഞു, ഖൈറു അമീർ സാഹിബ് റസൂലില്ലാഹ്, ഏറ്റവും ഖൈറായ അമീറാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവനാണ്, ഞങ്ങൾക്ക് അഭിപ്രായമില്ല. ഇതൊക്കെ പറഞ്ഞ് ഒരുപാട് പള്ളികൾ കഴിഞ്ഞ് അവസാനം കൂഫയിലെ മസ്ജിദ് ബനി അസദിൽ പോയപ്പോ അവിടെ നിന്ന് അവസാനമായി ഈ റസൂൽ തീരുമാനിക്കാണ്, ആളുകൾക്ക് ഒരാൾക്ക് ഒരഭിപ്രായ വ്യത്യാസമില്ല, ഏറ്റവും നല്ല ഭരണാധികാരിയാണ്, നല്ല അഭിപ്രായം മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ തിരിച്ചു പോകാൻ തീരുമാനിക്കാണ് എന്ന ഉദ്ദേശത്തോടെ അവസാനമായി ചോദിച്ചു, അസ്അലുക്കും ബില്ലാഹ്, കൂട്ടരെ, നിങ്ങളോട് ഞാൻ അല്ലാഹുവിനെ സത്യം ചെയ്തുകൊണ്ട് ചോദിക്കുന്നു, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഒരു വയസ്സായ മനുഷ്യൻ ആ തലക്കൽ നിന്ന് എണീറ്റുന്നു. എന്നിട്ട് പറഞ്ഞു, താങ്കൾ അല്ലാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ സത്യം പറയുന്നു. ഇന്ന സഅദൻ ലാ യഖ്സിമു ബിസ്സവിയ്യ വലാ യഅദിലു ഫിൽ ഖദിയ്യ വലാ യഖ്റുജു ഫിസ്സരിയ്യ. 3 കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഒന്നെന്താ? ലാ യഖ്സിമു ബിസ്സവിയ്യ, ഞങ്ങൾക്ക് എന്തെങ്കിലും കാര്യം വീതിച്ചു തരുമ്പോ നീതിപൂർവം വീതിക്കൂല. കുറെ ആൾക്കാർക്ക് കൂടുതൽ, കുറെ ആൾക്കാർക്ക് കുറവ്. ഇതാണ് അദ്ദേഹത്തിന്റെ സ്വഭാവം. വലാ യഅദിലു ഫിൽ ഖദിയ്യ, ഞങ്ങളുടെ എന്തെങ്കിലും കേസോ പ്രശ്നം ഉണ്ടെങ്കിൽ നീതിയുക്തമായി വിധി പ്രഖ്യാപിക്കൂല, ചില ആളുകൾക്ക് അനുകൂലമായി പ്രഖ്യാപിക്കും. വലാ യഖ്റുജു ഫിസ്സരിയ്യ, ഞങ്ങൾ യുദ്ധം ചെയ്യാൻ പോകുമ്പോ ഞങ്ങളുടെ മുൻപന്തിയിൽ നിൽക്കൂല. ഭീരുവാണ് സഅദ്.
നഊദു ബില്ലാഹ്. ഈ മനുഷ്യൻ ഈ റിപ്പോർട്ട് എഴുതി. മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഹൃദയം വേദനിച്ചു. അദ്ദേഹം തീരുമാനിച്ചു, കൂഫയിലെ ഗവർണർ പണി അവസാനിപ്പിക്കുകയാണ്. എല്ലാം കെട്ടി അദ്ദേഹം മടങ്ങുകയാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ വിഷമം സഹിക്കാൻ കഴിയാതെ സഅദ് റളിയല്ലാഹു തആല അൻഹു എണീറ്റ് നിന്നു. നിങ്ങൾ ഈ ദുആ ശ്രദ്ധിക്കണം. ആ ദുആയിൽ തന്നെ നീതിമാനാണ്. അല്ലാഹുവിനോട് പറയുകയാണ്, അല്ലാഹുമ്മ ഇൻ കാന അബ്ദുക ഹാദാ ഖാമ റിയാഅൻ വസുംഅ ഫഅതിൽ ഉംറ വഅദിം ഫഖറ വഅരിദുഹു ലിൽ ഫിത്ന. അല്ലാഹുവേ, സഅദ് റളിയല്ലാഹു തആല അൻഹു ആണ് ദുആ ചെയ്യുന്നത്. ഈ മനുഷ്യനെതിരെയാണ് ദുആ ചെയ്യുന്നത്. അല്ലാഹുവേ, ഈ മനുഷ്യൻ പറഞ്ഞത് സത്യമാണെങ്കിൽ, ഇഖ്ലാസോടെയാണ് പറഞ്ഞെങ്കിൽ എനിക്ക് പ്രശ്നമില്ല. അല്ല, ഇദാ കാന റിയാഅൻ വസുംഅ, താൻ പോരിമയും ആളുകൾക്കിടയിൽ പ്രശസ്തിയും ലഭിക്കാനാണ് പറഞ്ഞതെങ്കിൽ, അല്ലാഹുമ്മ അഖിൽ ഉംറ, അല്ലാഹുവേ അദ്ദേഹത്തിന്റെ വയസ്സ് നീ ദീർഘിപ്പിക്കണേ നാഥാ. അവന് നീ ഫഖർ കൊടുക്കണേ നാഥ, ദാരിദ്ര്യം കൊടുക്കണേ നാഥ. സ്ത്രീകളെ കൊണ്ട് അവനെ നീ പരീക്ഷിക്കുകയും ചെയ്യണേ നാഥ. ആരാ ദുആ ചെയ്യുന്നത്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു ആണ്. അവർ പിരിഞ്ഞുപോയി, മദീനയിലേക്ക് പോയി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അമ്മാവൻ സഅദ് റളിയല്ലാഹു തആല അൻഹു വഫാത്തായി പോയി. പക്ഷേ ഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്, അല്ലാഹു മരിക്കാതെ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. ഈ മനുഷ്യൻ ആർക്കെതിരെയാണോ മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹു ദുആ ചെയ്തത്, ആ മനുഷ്യനെ കുറിച്ച് സിയറിന്റെ കിതാബുകളിൽ കാണാം. പബ്ലിക് റോട്ടിൽ ഈ മനുഷ്യൻ ഇങ്ങനെ ഇരിക്കുകയാണ്. അദ്ദേഹത്തിന് വയസ്സായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വയസ്സ് സൂചിപ്പിച്ചുകൊണ്ട് കിതാബുകളിൽ കാണാം. അദ്ദേഹത്തിന്റെ വെള്ളപ്പുരികം മുഴുവനും കൊടിഞ്ഞു ചാടിയിട്ടുണ്ട്. കണ്ണിങ്ങനെ ചടകുത്തിയിട്ടുണ്ട്. ഈ മനുഷ്യൻ അവിടെ ഇരുന്ന ആളുകളോട് തെണ്ടുകയാണ്. ആളുകൾ ഓരോ ദിർഹം കൊടുക്കുമ്പോ സ്ത്രീകൾ അങ്ങേ പോകുകയാണ്, ഇങ്ങോട്ട് പോകുകയാണ്. ഈ മനുഷ്യൻ രണ്ട് കൈയും ഉപയോഗിച്ച് കണ്ണിങ്ങനെ പൊളിച്ചിട്ട് ആ സ്ത്രീകളെ നോക്കുകയാണ്. ആളുകൾ ചോദിച്ചു, എന്താണ് സഹോദര, എന്താണ് വയസ്സാ നീ ഇങ്ങനെ ചെയ്യുന്നത്? അദ്ദേഹം പറഞ്ഞു, കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, അസാബത്നി ദഅവതു റജുലിൻ സാലിഹ് സഅദ് ബിൻ അബീ വഖാസ്. എനിക്ക് സാലിഹായ മുസ്തജാബു ദുആയായ സഅദ് ബിൻ അബീ വഖാസിന്റെ ദുആ പറ്റിയതാണ്. ഇതോർക്കുമ്പോ ഞാൻ ഓർക്കുന്ന മറ്റൊരു സംഭവമുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ എന്താ പറഞ്ഞത്? ചോദ്യം ചെയ്യപ്പെടാത്ത സമസ്തയുടെ പ്രസിഡന്റ് കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ, നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ചായപ്പൊടി കൊണ്ടുവന്നപ്പോ ശിഷ്യനോട് ചോദിച്ചു, ഇതാർക്കാ? ഇത് വരുന്ന ആളുകൾക്ക് ചായ കാച്ചി കൊടുക്കാനാ. മക്കളെ വിളിച്ചു, ഖാദിമിനെ വിളിച്ചു, പറഞ്ഞു, ഇത് നമുക്കുള്ളതല്ല, നമ്മൾക്ക് ഹറാമാ. ഇതുകൾ വരുന്ന ആളുകൾക്ക് ചായ കാച്ചു കൊടുക്കാനുള്ളതാ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മഹാമനുഷ്യനെ, ആ പാണ്ഡിത്യത്തിന്റെ ഗോപുരത്തിനെതിരെ, സമസ്തക്കെതിരെ കേസ് കൊടുത്ത ആളുകൾക്കെതിരെ ആ മഹാനായ മനുഷ്യൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, റബ്ബിനോട് ദുആ ചെയ്തിട്ടുണ്ട്, അല്ലാഹുവേ, എനിക്കെതിരെ കേസ് കൊടുത്തവരെ നീ മുഖം കെടുത്തണേ അല്ലാ എന്ന് കണ്ണിയത്ത് ഉസ്താദ് ദുആ ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ മരിച്ചുപോയി. പക്ഷേ ഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്, അല്ലാഹു മരിക്കാത്തവനാണ്. നിങ്ങൾ കണ്ടില്ലേ, ആർക്കെതിരെയാണോ കണ്ണിയത്ത് ഉസ്താദ് ദുആ ചെയ്തത്, മുസ്തജാബു ദുആയ കണ്ണിയത്ത് ഉസ്താദ് ആർക്കെതിരെയാണോ വർഷങ്ങൾക്ക് മുമ്പ് ദുആ ചെയ്തത്, അവർ എത്ര പ്രാവശ്യമാണ് ആളുകൾക്ക് മുമ്പിൽ മുഖം കെട്ടത്. നമ്മൾ ഈ അടുത്ത് കണ്ടു, ഇലക്ഷൻ കഴിഞ്ഞപ്പോ കണ്ടു, ഡൽഹിയിൽ കണ്ടു, മണ്ണാറക്കാട്ട് കണ്ടു, ഇനിയും കാണാൻ പോകുകയാണ്. അല്ലാഹുവേ, അവരെ മുഖം കെടുത്തണേ. സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു ഇറാഖിലെ ഈ വയസ്സിനെതിരെ ദുആ ചെയ്ത പോലെയാണ് കണ്ണിയത്ത് ഉസ്താദ് ദുആ ചെയ്തത്. നമ്മൾ മറക്കാൻ പാടില്ല. تكن مستجاب الدعوة محمد مصطفى صلوات الله وسلامه عليه. أطب مطعمك,
തകുൻ മുസ്തജാബുദ് ദഅവ. ഈ മനുഷ്യനും പറയണം. ഈ മനുഷ്യൻ പറയാതെ പറയുന്നുണ്ട്, അസാബത്നി ദഅവതു റജുലിൻ സാലിഹ് കന്നിയത്ത് അഹ്മദ് മുസ്ലിയാർ. എനിക്ക് അവരുടെ ദുആ പറ്റിയതാ. പറയാതെ ഈ മനുഷ്യൻ പറയുന്നുണ്ട്. അല്ലാഹു യഹ്ദീനാ വയഹ്ദീകും. അല്ലാഹു നമ്മയൊക്കെ ഹിദായത്തിലാക്കട്ടെ. നാം എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യമാണ്, നമ്മൾ ഹലാല് മാത്രമേ ഭക്ഷിക്കാവൂ. ഇനി 10 മിനിറ്റാണ് എന്റെ മുന്നിലുള്ളത്. ഇനി പ്രധാനപ്പെട്ട 2 പോയിന്റ്. ഒന്ന്, അള്ളാഹുവിനോട് നാം ദുആ ചെയ്യുമ്പോൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഉദ്ഉല്ലാഹ വഅൻതും മൂഖിനീന ബിദ്ദുആ. ഉദ്ഉല്ലാഹ വഅൻതും മൂഖിനൂന ബിദ്ദുആ. അല്ലാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ നിനക്ക് ഉറപ്പുണ്ടാകണം, എന്റെ റബ്ബ് ഈ ദുആ കേൾക്കും, ഉത്തരം ചെയ്യുമെന്ന്. ദുആ ചെയ്യാൻ വന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹു, എന്റെ മോന് അസുഖമാണ്, നീ സുഖപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹ് നീ സുഖപ്പെടുത്തണേ. ഇയാൾക്ക് എന്നെ ഉറപ്പില്ല അള്ളാഹു ഉത്തരം ചെയ്യുമെന്ന്. എങ്ങനെ പിന്നെ ഉത്തരം ചെയ്യാം? ചില ആൾക്കാർ പറയണേക്കാം, ഒരുപാട് ഞാൻ ദുആ ചെയ്തു, എന്താ കാടുന്നു, ഒരു മറുപടിയില്ല, ഒരു ഉത്തരവില്ല. എങ്കിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു അടിമ എന്നാണോ ഇങ്ങനെ പറയാതിരിക്കുന്നത്, ഞാൻ ദുആ ചെയ്തിട്ട് അള്ളാഹു ഉത്തരം ചെയ്യുന്നില്ല എന്ന് വരെ പറയുന്നില്ല, അതുവരെ അള്ളാഹു ഉത്തരം ചെയ്യും. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരത്തിന്റെ ഡോർ ക്ലോസ് ചെയ്യുന്നു. ഒരിക്കലും പറയരുത്. മഅദല്ലാഹ്, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പൊ നമുക്ക് ഉറപ്പ് വേണം, അള്ളാഹു ഉത്തരം ചെയ്യുമെന്ന്. ഖുർആൻ പറയുന്നത് ശ്രദ്ധിക്കൂ നിങ്ങൾ. ഖുർആൻ പറയുന്നു, മഹാനായ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ഫിർഔനിൽ നിന്ന് രക്ഷപ്പെടാൻ പോകുകയാണ്. ചുരുക്കി പറയാം, അങ്ങനെ രക്ഷപ്പെടുന്നുണ്ട് എന്ന വാർത്ത ഫിർഔൻ അറിഞ്ഞപ്പോ സൈന്യാധിപനെ വിളിച്ചു. സർവ്വ സൈന്യവുമായി ഫിർഔൻ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനെയും ബനൂ ഇസ്രായേൽക്കാരെയും പിടികൂടാൻ വന്നു. ഇവരുടെ കയ്യിൽ ഒരായുധമില്ല, നിരായുധരാണ്. ഫിർഔനും കൂട്ടരും സർവായുധ വിഭൂഷിതരായി ഇങ്ങനെ വരികയാണ്. ഇരച്ചു വരുമ്പോ ബനൂ ഇസ്രായേൽക്കാർ പറഞ്ഞു, അവർ പറയാറുള്ള പോലെ, فلما تراءى الجمعان قال أصحاب موسى إنا لمدركون. മൂസ, ഞങ്ങൾ പിടിക്കപ്പെടാൻ പോകുകയാണ്, ഇനി ഒരു രക്ഷയില്ല, ഞങ്ങൾ പിടിക്കപ്പെട്ടു, ഫിർഔൻ ഞങ്ങളെ കൊന്നുകളയും. പക്ഷേ മഹാനായ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, ഖാൽ ഇന്ന മഅയ റബ്ബീ സയഹ്ദീൻ. എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, രാജാതിരാജനായ റബ്ബുണ്ട്, അവൻ എന്നെ രക്ഷിക്കും. കൂട്ടരെ, നിങ്ങളെ അല്ലാഹു പിടികൂടാൻ സമ്മതിക്കില്ല. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം എന്നിട്ട് ദുആ ചെയ്തു, റബ്ബനാ ഇന്നക ആതൈത ഫിർഔന വമലഅഹു സീനതൻ വഅംവാലൻ ഫിൽ ഹയാത്തിദ് ദുനിയാ റബ്ബനാ ലിയുദില്ലു അൻ സബീലിക് റബ്ബനാ ഖുംസ് അലാ അംവാലിഹിം വഷ്ദുദ് അലാ ഖുലൂബിഹിം ഫലാ യുഅ്മിനൂ ഹത്താ യറവുൽ അദാബൽ അലീം. നാഥ, ഫിർഔനും കൂട്ടർക്കും നീ ദുനിയാവിലെ ആർഭാടങ്ങളും ആഡംബരങ്ങളും കൊടുത്തു നാഥ, അതുകൊണ്ടാണ് അവർ ഇങ്ങനെ അക്രമികളായി പോകുന്നത്. അതുകൊണ്ട് റബ്ബേ, അവരെ നീ ശിക്ഷിക്കണേ നാഥ. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓൺ ദ സ്പോട്ടിൽ ഉത്തരം ചെയ്യുന്നു, ഇദ്രിബ് ബിഅസാകൽ ബഹർ. മൂസ, താങ്കൾ വടികൊണ്ട് ബഹർ നടിക്കൂ. 2 ഭാഗത്തേക്കും ബഹർ മാറി നിന്നു. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമും കൂട്ടരും അതിലൂടെ രക്ഷപ്പെടുകയാണ്. നോക്കൂ നിങ്ങൾ, ഇവിടെ 2 കൂട്ടരും ഒരേ സ്ഥലത്താണുള്ളത്. ഫലമ്മാ തറാ അൽ ജംആൻ, ഫിർഔനും കൂട്ടരും സർവായുധ വിഭൂഷിതരായി ഇവരെ പിടിക്കാൻ വരുമ്പോ ഇവര് പറയാണ്, ഞങ്ങൾ പിടിക്കപ്പെട്ടു, പെട്ടുപോയി, ഇനി രക്ഷയില്ല. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം എന്താ പറഞ്ഞത്? ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ. ഈമാനിന്റെ ഉറപ്പായിരുന്നു അത്. രക്ഷപ്പെട്ടില്ലേ? ആ ഉറപ്പ് നമുക്ക് വേണം. അതുപോലെ ദുആ ചെയ്യുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞുകൊണ്ട് ദുആ ചെയ്യണം. നമ്മൾ എന്തെങ്കിലും ഇങ്ങനെ വിളിച്ചു പറയാ,
അവിടേക്കും ഇവിടേക്കും നോക്കുക. ഇങ്ങനെ ഒരിക്കലും നമ്മളാവരുത്. ശ്രദ്ധയോടെ റബ്ബിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കണം ദുആ ചെയ്യേണ്ടത്. അള്ളാഹു അത്തരക്കാരിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. പിന്നെ നാം ശ്രദ്ധിക്കേണ്ട മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, നമുക്ക് അനുഗ്രഹം ഉണ്ടാകുമ്പോൾ അള്ളാഹുവിനെ ഓർക്കണം. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു, 12-13 വയസ്സുള്ള ഇബ്നു അബ്ബാസ് അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ഒട്ടകപ്പുറത്തിരിക്കുകയാണ്. ഇങ്ങനെ തോളിൽ പിടിച്ചുകൊണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചൊരു കാര്യമുണ്ട്. തഅറഫ് ഇലല്ലാഹി ഫിർറഖാ യഅരിഫുക ഫിശ്ശിദ്ദ. ഇബ്നു അബ്ബാസ്, അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസെ, താങ്കൾ അനുഗ്രഹമുണ്ടാകുമ്പോ അള്ളാഹുവിനെ ഓർക്കണം. എങ്കിൽ താങ്കൾക്ക് പ്രശ്നമുണ്ടായാൽ അള്ളാഹു താങ്കളെ ഓർക്കും. ഈ ഒരു പോയിന്റ് ഒരിക്കലും നമ്മൾ മറക്കരുത്. നമ്മളാളുകളൊക്കെ എങ്ങനെയാണ്? വിസിറ്റിന് വന്നു, അമ്മാവന്റെ മോന്റെ അടുത്താണ് താമസിക്കുന്നത്. അമ്മാവന്റെ മോൻ പള്ളിയിലൊന്നും പോകില്ല. നമ്മൾ രാവിലെ തന്നെ പള്ളിയിൽ പോകും. 3 മാസത്തെ വിസിറ്റാണ്, ഒരു ദിവസവും മിസ്സാക്കൂല. എന്നിട്ട് സുബഹി നമസ്കാരം കഴിഞ്ഞാൽ അല്ലാഹുമ്മ അല്ലാഹുമ്മ, അല്ലാഹുവേ നല്ലൊരു ജോലി പ്രദാനം ചെയ്യണേ, നല്ല ജോലി തന്നെ തരണേ, നല്ല ശമ്പളമുള്ള ജോലി തരണേ. അങ്ങനെ ദുആ ചെയ്തുകൊണ്ടേയിരിക്കും. ജോലി എനിക്ക് കിട്ടിയാലോ പിന്നെ തിരക്കാണ്, നിസ്കാരമില്ല, നോമ്പില്ല, അതിന്റെ അപ്പുറമായി പോയി. എങ്കിൽ നോക്കൂ, ഖുർആൻ പറയുന്നത് വഇദാ അൻഅംനാ അലൽ ഇൻസാനി അറദ വനആ ബിജാനിബി വഇദാ മസ്സഹു ശർറു ഫദു ദുആഇൻ അരീദ്. അവന് നല്ല ജോലി ഉണ്ടായാൽ, ബിസിനസ് നല്ല ലാഭത്തിലാണെങ്കിൽ അവൻ റബ്ബിനെ ഓർക്കില്ല. വഇദാ അൻഅംനാ അലൽ ഇൻസാനി അറദ വനആ ബിജാനിബി. ഖുർആന്റെ ശൈലി, അവൻ അവന്റെ പാട്ടിനാണ് പോകും. അവൻ അവന്റെ പാട്ടിനാണ് പോകും. ജോലി നഷ്ടപ്പെട്ട പിറ്റേന്ന് ദേവാ സെന്ററിൽ വരും, നാരിയാത്ത് സ്വലാത്തിന് വരും. എന്റെ ജോലി നഷ്ടപ്പെട്ടു, ഉസ്താദ് ദുആ ചെയ്യണം, എല്ലാവരോടും ദുആ ചെയ്യാൻ പറയണം. ദീർഘമായ പ്രാർത്ഥനകളിലാണ്. അല്ലാഹു നിനക്ക് ഉത്തരം ചെയ്യൂല. ഫിർഔൻ മരിക്കാൻ നേരത്ത് നമ്മൾ ആ പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, അതിനുശേഷം ഫിർഔൻ വരുന്നുണ്ട്, മുങ്ങിപ്പോകുന്നുണ്ട്, ദുആ ചെയ്യുന്നുണ്ട്. അള്ളാഹു പറഞ്ഞു, ഇപ്പോഴാ ദുആ ഇറക്കണത്. ലഖദ് കുൻത മിനൽ മുഫ്സിദീൻ, നീ ഫസാദ് ഉണ്ടാക്കുന്നവനായിരുന്നല്ലോ, അതുകൊണ്ട് ഉത്തരല്ല. യൂനുസ് നബി ദുആ ചെയ്ത ഘട്ടത്തിൽ അള്ളാഹു എന്താ പറഞ്ഞത്? ഇന്നഹു കാന മിനൽ മുസബ്ബിഹീൻ. ജിബ്രീൽ പറഞ്ഞപ്പോ അള്ളാഹു ഉത്തരം ചെയ്തത് എന്താ? കാന മിനൽ മുസബ്ബിഹീൻ, നമുക്ക് തസ്ബീഹ് ചൊല്ലുന്ന ആളായിരുന്നു യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാം. അതുകൊണ്ട് തിമിംഗലത്തോട് ജിബ്രീലെ കൽപ്പിക്കണം കരയിൽ കൊണ്ടുപോയിടാൻ. فلولا أنه كان من المسبحين للبث في بطنه إلى يوم يبعثون. അദ്ദേഹമെങ്ങാനും ഇബ്നു കസീർ റഹിമഹുള്ള പറയുന്നുണ്ട്, അദ്ദേഹമെങ്ങാനും മുമ്പ് അള്ളാഹുവിന് അനുഗ്രഹമുണ്ടായിരുന്ന കാലത്ത് അള്ളാഹുവിന് തസ്ബീഹ് ചെല്ലുന്ന ആളായിരുന്നില്ലായിരുന്നുവെങ്കിൽ ലലബിസ ഫീ ബത്നിഹി ഇലാ യൗമി യുബ്അസൂൻ, ഖിയാമത്ത് നാൾ വരെ ഈ തിമിംഗലത്തിന്റെ വയറ്റിന്റെ ഉള്ളിൽ അദ്ദേഹം കടക്കും. പക്ഷേ അദ്ദേഹം തസ്ബീഹ് ചെല്ലുന്ന ആളായിരുന്നു. അതുകൊണ്ട് അനുഗ്രഹമുണ്ടാകുമ്പോ അള്ളാഹുവിനെ ഓർക്കണം. എങ്കിൽ നമുക്ക് പ്രശ്നം ഉണ്ടാകുമ്പോ അള്ളാഹു നമ്മെ ഓർക്കും. പിന്നെ ദുആ ചെയ്യുമ്പോ നാം അതിന്റെ ആദാബുകളിൽ പെട്ടതാണ് നമ്മൾ ഹംദ് ചൊല്ലുക, സ്വലാത്ത് ചൊല്ലുക, അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്ന വിളിച്ച് ദുആ ചെയ്യുക. ഖുർആൻ പറയുന്നു വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിന് അസ്മാഉൽ ഹുസ്നയുണ്ട്. ആ റബ്ബേ, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? അള്ളാഹു തന്നെ പറയുന്നു ഫദ്ഉഹു ബിഹാ, അത് വിളിച്ചിട്ട് നിങ്ങൾ ദുആ ചെയ്യണേ. നീ സമ്പത്താണ് ചോദിക്കുന്നതെങ്കിൽ അള്ളാഹുവിനോട് പറയണം, അള്ളാഹുവേ എന്നെ സമ്പന്നനാക്കണേ, യാ ഗനിയ്യു യാ അല്ലാഹ്, അള്ളാഹുവേ നീ ഗനിയാണ്, എന്നെ ഗനിയാക്കണേ. അള്ളാഹുവേ എന്റെ മകന്റെ രോഗം ശിഫയാക്കണേ, യാ ഷാഫി യാ അല്ലാഹ്, അള്ളാഹുവേ നീ ഷാഫിയാണ്, രോഗം ശിഫയാക്കണേ. നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥന അവസാനിപ്പിക്കുമ്പോഴും ഈ സ്വലാത്തും ഹംദും ഒക്കെ ചൊല്ലിയിട്ട് നമ്മൾ അവസാനിപ്പിക്കുക.
നമ്മൾ അള്ളാഹുവിൽ ഭരം ഏൽപ്പിച്ച് അള്ളാഹു ഉത്തരം ചെയ്യുമെന്ന ഉറപ്പോടെ നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യാം. അള്ളാഹു അത്തരക്കാരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു